ഈ വീഡിയോയിൽ നമ്മൾ ബെയ്റൂത്തിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. എന്തിനെ ചൊല്ലി എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടർക്കാണ്. അതായത് ഈ ഹെസ്ബുള്ള അനുകൂലികൾക്കും അഥവാ ഇറാൻ സപ്പോർട്ടേഴ്സിനും ഇപ്പോഴത്തെ നിലവിലെ സർക്കാരില്ലേ അതിനെയൊക്കെ പിന്തുണയ്ക്കുന്ന US, സൗദി അറേബ്യ ആ ഒരു സഖ്യത്തിനെയൊക്കെ പിന്തുണയ്ക്കുന്ന കുറച്ച് കൂട്ടരുണ്ട്. അവർക്കും ഇടയിലാണ് ഈ ഒരു തർക്കം. ഈ തർക്കം നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബെയ്റൂത്തില് ഒരു പ്രൊട്ടസ്റ്റ്. ഈ പ്രൊട്ടസ്റ്റ് എന്തിനെ ചൊല്ലിയാണെന്ന് പറഞ്ഞാൽ ഇറാനിയൻ എയർലൈൻസ് ഇറാൻ എയർ ബെയ്റൂത്ത് എയർപോർട്ടിൽ ഇറങ്ങാൻ തടസ്സം വിധിച്ചിരുന്നു ലബനാൻ ഗവൺമെന്റ്. അതിന് തക്കതായ കാരണങ്ങളുണ്ട്, ഇല്ലാന്നില്ല. ഒന്നാമത് സീസ് ഫയർ നിലനിൽക്കുന്ന ഒരു സമയമാണ്. ഏതാണ്? ഈ ഹിസ്ബുള്ളയുടെ ശല്യം കൊണ്ട് ഈ ലബനാന്റെ ഉള്ളിലേക്ക് ഇസ്രായേൽ കയറി ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും അതിലൂടെ ഒരു സീസ് ഫയർ ഉരുത്തിരിഞ്ഞ് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നടക്കുന്നത്. അതിന് ഏറ്റവും വലിയ കാരണകർത്താവായിട്ടുള്ള ഇറാനെ അവിടെ അടുപ്പിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അവിടെ ഇറാനെതിരെ അവിടെ റെജീം ഉണ്ടായിട്ടുണ്ട്. കാരണം 2 വർഷം കൊണ്ട് അവിടെ സർക്കാർ തന്നെ ഇല്ലായിരുന്നു. അപ്പൊ ആ രീതിയിൽ പുതിയൊരു സർക്കാരൊക്കെ രൂപപ്പെടുത്തി ആ രാജ്യത്തിനെ ഒന്നൊരു കെട്ടുറപ്പുള്ള രാജ്യമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു രീതിയിൽ ഒരു വിഭാഗം ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെയാണ് ഇപ്പൊ ഈ ഒരു ഹെസ്ബുള്ള ഈ ഒരു ഷിയ ടീമുകൾ നിൽക്കുന്നത്. ഇവർക്ക് ഇറാൻ ഇല്ലാതെ ഉണ്ണാനും ഉറങ്ങാനും ഉടുക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് ഈ ഒരു ഹെസ്ബുള്ള ടീമുകൾ അവിടെ കിടന്ന് എഴയുന്നത്. ഇസ്രായേൽ ആണെങ്കിൽ ഇവരുടെ മേളിൽ നിരന്തരം സർവൈലൻസ് ആണ്. ഇവരെ അനങ്ങാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ ഹിസ്ബുള്ളയെ അടിച്ച് തളർത്തിയിട്ടിരിക്കുകയാണ് ഇസ്രായേൽ. അപ്പം ഇറാനിൽ നിന്നും ഫ്ലൈറ്റ് സർവീസ് തുടങ്ങിയിട്ട് ഏതാണ്ട് 2-3 ആഴ്ചയായി. അപ്പൊ ഇസ്രായേൽ ഇതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. മോണിറ്റർ ചെയ്തിട്ട് ഇസ്രായേൽ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ തക്കതായ പ്രൂഫുകൾ ഇറാനിൽ നിന്നും എങ്ങനെയാണ് ഇവർ കടത്തുന്നത് എന്നുള്ള ഒരു കടത്തൽ രംഗം ഇസ്രായേൽ തൊണ്ടി മുതൽ സഹിതം പ്രൂഫോടുകൂടി അതിന്റെ ഫുട്ടേജസും കാര്യങ്ങളെല്ലാം വാഷിംഗ്ടൺ അയച്ചു കൊടുത്തു. അമേരിക്ക എന്ത് ചെയ്തു? അവിടെ നിന്ന് ലബനാനിൽ ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേൽ കയറി എന്തെങ്കിലും ചെയ്താലല്ലേ ഉള്ളൂ ഈ സീസ് ഫയർ ലംഘനം എന്നൊക്കെ പറയുന്നത്. ഇസ്രായേൽ തികച്ചും അവിടെ എവറി ഡേ 1-2 ആക്രമണങ്ങൾ ഹെസ്ബുള്ള ആസ്ഥാനങ്ങൾക്കെതിരെ ഹെസ്ബുള്ളയുടെ പ്രവർത്തന മേഖല എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആക്രമണം നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. അതിലുപരിയായിട്ട് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ സിഡോൺ എന്ന് പറഞ്ഞ ആ ഒരു മേഖലയിൽ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഡ്രോൺ അറ്റാക്ക് ആണ്. അവിടെ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഹമാസിന്റെ മുഖ്യധാരാ നിരയിലുള്ള ഒരു ലീഡർ എന്ന് തന്നെ പറയാം. ആ രീതിയിലുള്ള ഒരുത്തൻ ഒളിച്ചു താമസിക്കുമായിരുന്നു. അത് പറഞ്ഞിരിക്കുന്നത് ഹമാസ് ലീഡർ ഹൂസ് പ്ലാൻഡ് ഫോർ ദ തീവ്രവാദ ആക്രമണം. മനസ്സിലായോ? അതായത് ഇസ്രായേലിന്റെ ഉള്ളിൽ തീവ്രവാദ ആക്രമണങ്ങൾക്കും അതുപോലെ തന്നെ പല രീതിയിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾക്കും പിന്നെ ചുക്കാൻ പിടിച്ച വ്യക്തിയായിരുന്നു ഈ ഒരു ഹമാസിന്റെ ഈ ഒരു ലീഡർ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു October 7 നടത്തിയിട്ട് 500 ദിവസം തികയാണ്. 500th ഡേ ടുഡേ. 500 മെമ്മോറിയൽ ഡേ ആണ് ഇന്ന് ഈ October 7 നടത്തിയതിന്റെ. അപ്പൊ അതിൽ 500 മിനിറ്റ് കൊണ്ട് അവന്റെ കഥ ഞാൻ കഴിച്ചിരിക്കുന്നുള്ളതാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. സൗദി അൽ ഹദാദ് എന്ന് പറഞ്ഞ ഒരു ഔട്ട്ലെറ്റിലായിരുന്നു ഇവൻ ഉണ്ടായിരുന്നത്. ഈ വ്യക്തിയുടെ പേര് മുഹമ്മദ് ഷാഹിൻ എന്നാണ്. ഈ മുഹമ്മദ് ഷാഹിൻ എന്ന് പറഞ്ഞ ഈ ഒരു ഹമാസിന്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെമ്പർ തന്നെയായിരുന്നു ഈ ഒരു മുഹമ്മദ് ഷാഹിൻ. അവനെയാണ് ഇന്ന് IDF വധിച്ചിരിക്കുന്നത് ലബനാന്റെ ഉള്ളിൽ സിഡോൺ മേഖലയിലാണ്. അടുത്ത ആക്രമണം ബക്ക വാലിയിൽ ഇതേപോലെ തന്നെ ഒരു ഹിസ്ബുള്ളയുടെ ത്രെറ്റ് ഉണ്ടെന്നുള്ള ഒരു വിവരം കിട്ടിയതിനെ തുടർന്ന് ബക്ക വാലിയിൽ ഒരു എയർ സ്ട്രൈക്ക് നടത്തുകയുണ്ടായി IDF ഇന്ന് തന്നെ. അപ്പൊ അത് നടത്തിയതിൽ ഒരു ലേഡി മരണപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ളൊരു നിഗമനമാണ് IDFന്റെ സൈഡിൽ വന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലബനാൻ ഗവൺമെന്റ് കൺഫേം ചെയ്തിട്ടുണ്ട് അവിടെ ഒരു വുമൺ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അപ്പൊ ഈ രീതിയിൽ ലബനാന്റെ ഉള്ളില് കൃത്യമായ സ്പോട്ടുകൾ തെരഞ്ഞു പിടിച്ച് ഇസ്രായേൽ പ്രിസൈസ് അറ്റാക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ അവരുടെ സീസ് ഫയർ ലംഘനമായിട്ട് കരുതേണ്ട കാര്യമില്ല. കാരണം ഇസ്രായേലിനെതിരെ ഒരു ത്രെട്ട് ഉണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യാനുള്ള പ്രീ കണ്ടീഷൻ ആ എഗ്രിമെന്റിലുണ്ട്, സീസ് ഫയർ എഗ്രിമെന്റിൽ. പക്ഷേ ഹെസ്ബുള്ളയ്ക്ക് ആ എഗ്രിമെന്റിൽ ആ സാധനം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സീസ് ഫയർ ഹെസ്ബുള്ളയ്ക്കാണ്, ഇസ്രായേലിനല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. വാഷിംഗ്ടണിൽ നിന്ന് മെസ്സേജ് വരികയാണ് ലബനാനിലേക്ക്. എന്താണ് മെസ്സേജ് വന്നത്? നിങ്ങൾ ഇറാനിയൻ എയർ ഷട്ട് ഡൗൺ ചെയ്യണം, കാരണം നമുക്ക് ഇങ്ങനെ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്. ചില വിഷയങ്ങളിൽ ചില തെളിവുകൾ കിട്ടിയിട്ടുള്ളതായിട്ട് വാഷിംഗ്ടണിൽ നിന്ന് വന്ന വിവരം അനുസരിച്ചിട്ടാണ് ലബനാൻ ഗവൺമെന്റ് ഇമീഡിയറ്റ് ആയിട്ട് ഈ ഒരു ഇറാൻ എയറിനെ സ്റ്റോപ്പ് ചെയ്തത്. ഈ ഇറാൻ എയറിനെ സ്റ്റോപ്പ് ചെയ്തതിനെ തുടർന്നാണ് ഈ ഒരു ഹിസ്ബുള്ള അനുയായികൾ മൊത്തം ബെയ്റൂത്തിൽ നിന്ന് പ്രൊട്ടസ്റ്റുമായിട്ട് വന്നത്, പ്രതികരിക്കാൻ വന്നത്. അപ്പൊ അതിനകത്ത് വന്നത് പ്രതികരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആർക്ക്? തീവ്രവാദിക്കാൻ പ്രതികരിക്കാനുള്ള അവകാശം. അപ്പോഴത്തേക്കും ഇവൻ ഇങ്ങനെ പ്രതികരിക്കാനും ആൾക്കൂട്ടത്തെയും ചേർത്തുകൊണ്ടിങ്ങനെ വന്ന് അതിനകത്ത് മൊത്തം ഈ ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹോർഡിങ്സ് അവിടെ കാണാനില്ല. ഹോർഡിങ്സ് മൊത്തം നസറുള്ളയുടെ ഹോർഡിങ്സ് ആണ് വെച്ചിരുന്നത്. നീ ഫ്ലൈറ്റിന് വേണ്ടിയിട്ടാണോ വരുന്നത് അല്ലെങ്കിൽ നസറുള്ളയ്ക്ക് വേണ്ടിയിട്ടാണോ വരുന്നത്? നീ ആർക്ക് വേണ്ടിയിട്ടാണ് വരുന്നത് ആദ്യം? അപ്പോഴത്തേക്ക് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ ലബനാന്റെ ഫോഴ്സ് ഉണ്ട്, ലബനാന്റെ ഇപ്പോഴത്തെ സർക്കാരിന്റെ വകയിലുള്ള ഫോഴ്സ് അവരെന്ത് ചെയ്ത് ടിയർ ഗ്യാസ് പ്രയോഗിച്ച്. അവർ ടിയർ ഗ്യാസ് പ്രയോഗിച്ചപ്പോഴത്തേക്കും യുവമാർ മൊത്തം വയലന്റ് ആയി. അങ്ങനെ അവിടെ നിന്ന ആൾക്കാരും ഇവന്മാരെ എതിർത്ത ആൾക്കാരും തമ്മിൽ കൂട്ടടിയായി. അങ്ങനെ മൊത്തത്തിൽ കൂട്ടടി. സർക്കാരിനെ അനുകൂലിക്കുന്ന ആൾക്കാരും ഈ ഹെസ്ബുള്ള ടീമുകളും തമ്മിൽ കൂട്ടടി. തെരുവിൽ നടക്കുന്ന തല്ല്, ആ രീതിയിലുള്ള തല്ലായി. അതിന്റെ ഇടയ്ക്ക് ടിയർ ഗ്യാസും.
പിന്നമോ കാണാൻ വയ്യ ആ രീതിയിലുള്ള കരച്ചിലും പിഴിച്ചിലും കാണാൻ ഈ കണ്ണിലൊക്കെ ഈ പുകയൊക്കെ പോയിട്ടേ കരഞ്ഞുകൊണ്ട് അടി നടത്തിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ലെബനനിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. ഇനി അത് കൂടാതെ ഒരു കാര്യം അമേരിക്ക വാൺ ചെയ്തിട്ടുണ്ട്. കാര്യം വേറെ ഒന്നുമില്ല, ഇനി നിങ്ങൾ ഇറാന്റെ ഫ്ലൈറ്റ് ഇങ്ങനെ നിങ്ങൾ കയറ്റി വിടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള സസ്പെക്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ഇസ്രായേൽ ആ ഫ്ലൈറ്റിനെ ഡൗൺ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അത് പാസഞ്ചർ ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ഇസ്രായേൽ ആ ഫ്ലൈറ്റിനെ ഡൗൺ ചെയ്യും. ഡൗൺ ചെയ്യുന്ന പറഞ്ഞാൽ ചുമ്മാ വെറുതെ ഡൗൺ ചെയ്യുന്നതല്ല, നിലത്തിറക്കുന്നതല്ല, അടിച്ചിടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ലെബനാന്റെ ബോർഡർ ക്രോസ് ചെയ്ത് ഇറാനിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ലെബനാന്റെ ബോർഡർ ക്രോസ് ചെയ്ത് ഇറാൻ ഫ്ലൈറ്റ് വരുമ്പോഴത്തേക്കും ഇസ്രായേൽ അടിച്ചിടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു പക്ക വാണിംഗ് ആയിരുന്നു. അതോടുകൂടി ലെബനാൻ അമ്പരന്ന് അവിടെ നിൽക്കുകയാണ് ചെയ്തത്. ആ മൊമെന്റിൽ സ്റ്റോപ്പ് ചെയ്ത് ഇനി ഇറാൻ ഫ്ലൈറ്റ് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരുപാട് ഹിസ്ബുള്ള തീവ്രവാദികൾ, ഇറാനുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഈ ഒരു ഫ്ലൈറ്റ് സർവീസ് തുടങ്ങിയതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കുറെ ആൾക്കാർ ഇപ്പൊ ഇറാനിൽ കൂടിയും കിടപ്പുണ്ട്, കുറെ ആൾക്കാർ ഇപ്പം ലെബനാനിൽ കൂടിയും കിടപ്പുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ 1000 പുതിയ ഷെൽട്ടറുകൾ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അനക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഗ്രീൻ സിഗ്നൽ, അതായത് വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ സെറ്റിൽമെന്റുകൾ നിങ്ങൾ തകൃതിയായിട്ട് നടത്തിക്കോ എന്നുള്ള ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടുണ്ട് നെതന്യാഹുവിന്. സെറ്റിൽമെന്റുകൾ ഈ രീതിയിൽ പുരോഗമിക്കുന്നത്. സെറ്റിൽമെന്റ് കമ്മിറ്റി വളരെ തീവ്രതയോടുകൂടി ഈ കാര്യങ്ങൾ മുന്നോട്ട് എടുത്തുകൊണ്ട് പോവുകയാണ്. 1000 പുതിയ ഷെൽട്ടറുകൾ രൂപപ്പെട്ടിരിക്കുന്നു വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ. അനക്സേഷൻ പദ്ധതിയുമായിട്ട് ഇസ്രായേൽ ശക്തമായി മുന്നോട്ട് പോകുന്ന രംഗമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ആ രീതിയിലാണ് വെസ്റ്റ് ബാങ്ക്, അതായത് ജുദയ, സമാരിയ ഒരു അനക്സേഷൻ വളരെ വൈകാതെ തന്നെ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ട്രംപിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ അത് നടത്തി കൊടുക്കപ്പെടും എന്നുള്ളത് ഒരു വാഗ്ദാനമായിട്ട് തന്നെ പുള്ളി കൊടുത്തതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഈ രീതിയിൽ തകൃതിയായിട്ട് വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ അരിച്ചു വിറക്കി മൊത്തത്തിൽ തൂത്തുവാരി കളഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് 1000 ഷെൽട്ടറൊക്കെ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും വരത്തില്ല. സ്ലോലി ഗ്രാജുവലി ഇങ്ങനെ പൊന്തി വരുന്നതായിരിക്കും. പക്ഷെ ഇപ്പൊ 1000 ഷെൽട്ടർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പൊ വിത്തിൻ 20-25 ഡേയ്സിലാണ് 1000 ഷെൽട്ടേഴ്സ് വന്നിരിക്കുന്നത് ഉള്ളിൽ. വെസ്റ്റ് ബാങ്ക് മനസ്സിലായല്ലോ, പണ്ടത്തെ ഹെബ്രോൺ എന്ന് പറഞ്ഞാൽ ചരിത്രപരമായിട്ട് ഡേവിഡ് ഭരിച്ചിരുന്ന സമയത്ത് തലസ്ഥാനമാണ്. പിന്നെ ഈ ബൈറൂത്തിന്റെ ഉള്ളിൽ നടന്ന ഈ ഒരു ആക്രമണമില്ലേ, ഈ ആക്രമണത്തിൽ രണ്ടുപേരും പരസ്പരം തല്ലി, അതൊക്കെ ശരിയാണ്. ഇതിൽ പീസ് കീപ്പർ എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, സമാധാന പ്രിയർ, ഇവിടെ യുനിഫിൽ, യുണൈറ്റഡ് നേഷൻസിന്റെ ആ സംഘടനയിൽപ്പെട്ട ആൾക്കാർ തമ്മിൽ രണ്ടുപേരും അടികൂടിയാൽ തന്നെയും ഇവർ ഒരു രീതിക്കും ഒരു കാര്യത്തിനും ഒരു പീസ് കീപ്പിങ്ങിനും പോവാത്ത ആൾക്കാരാണ്. ഈ ഒരു ലഹളയ്ക്കിടയിൽ ഇവർ പോയി പെട്ടിരിക്കുകയാണ്. അങ്ങനെ യുഎന്റെ പീസ് കീപ്പിംഗ് മിഷനിൽപ്പെട്ട യുനിഫിലിൽപ്പെട്ട കുറെ ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. യുനിഫിലിൽ കുറെ ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്, സമാധാനിപ്പിക്കാൻ പോയതാണ്. ഈ ഒരു കലാപത്തിന് ലെബനീസ് ഗവൺമെന്റ് ഇട്ടിരിക്കുന്ന പേരെന്ന് പറഞ്ഞാല് പ്രോ ഹെസ്ബുള്ള റിയോട്ട് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതായത് പ്രോ ഹെസ്ബുള്ള കലാപം, അങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഒരു കോൺഫിഡൻഷ്യൽ മെസ്സേജും കൂടെ ഉണ്ട്. ഖത്തറിന്റെ അമീർ, ഖത്തറിന്റെ പ്രൈം മിനിസ്റ്റർ അല്ല, അബ്ദുറഹ്മാൻ അൽത്താനി അല്ല, ഖത്തറിന്റെ അമീർ, ഖത്തർ രാജാവ്, അയാള് എമർജൻസി ആയിട്ട് ഇറാനിലേക്ക് പോകണം എന്നുള്ള ഒരു പെർമിഷൻ ചോദിച്ചിരിക്കുകയാണ്. ഇറാനിലേക്ക് എന്തിനു പോകുന്നു, എന്താണ് കാര്യം, ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഖത്തർ എമീർ റിപ്പോർട്ടഡ്ലി ടു വിസിറ്റ് ഇറാൻ വിത്ത് അൺക്ലിയർ അജണ്ട. ഇതാണ് ടാഗ് ലൈൻ. ഒരു അൺക്ലിയർ അജണ്ടയുമായിട്ടാണ് ഖത്തർ എമീർ ഇറാൻ സന്ദർശിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിന്റെ വീക്കിൽ തന്നെ ഒരു സന്ദർശനം നടക്കുമെന്നാണ് പറയുന്നത്. ഇത് കാര്യം വേറെ ഒന്നുമില്ല, ഇത് ട്രംപിന്റെ, അതായത് അമേരിക്കയുടെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രഷർ ഖത്തറിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഖത്തറിനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉൾപ്പെടുത്തണം. കാരണം ഇപ്പൊ ഈ ഒരു ഗാസ, അതായത് ഇസ്രായേലിന്റെയും ഹമാസിന്റെയും മീഡിയേഷൻ നടക്കുന്നതെല്ലാം ഖത്തറിലാണ്. അത് എന്തുകൊണ്ട് സംഭവിച്ചു, അതിന്റെ നീണ്ട നാൾ വഴികളെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇസ്രായേലിന്റെ ഉള്ളിൽ സ്പൈ വർക്ക് ചെയ്ത അലിഗേഷൻ വരെ ഖത്തറിന്റെ മേളിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ആ രീതിയിൽ വളരെ വളരെ വീക്കനായിരിക്കുന്ന ഒരു ഖത്തർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാല് യുഎസിന്റെ സൈഡിൽ നല്ല പ്രഷറുണ്ട്. അതായത് ഇപ്പം സൗദിയാണ് ഏറ്റവും കൂടുതൽ ട്രംപ് മീഡിയേഷന്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഖത്തറിന്റെ ഒരു അസ്വസ്ഥത തന്നെയാണ്. കാര്യം ഈ സൗദി, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ, അമേരിക്കൻ ചേരിയിൽപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ 2016-17 കാലഘട്ടങ്ങളിലെല്ലാം ഈ ഖത്തറിനെ ഇതേപോലെ ഈ ഒരു തീവ്രവാദത്തിന് ഫണ്ട് കൊടുത്തതിന്റെ പേരിൽ ഉപരോധം ഏർപ്പെടുത്തി വെച്ചിരുന്ന രാജ്യമാണ് ഖത്തർ. അപ്പൊ വീണ്ടും ഖത്തർ ഈ ഒരു സഖ്യത്തിൽ നിന്നും അകന്നു മാറാനുള്ള ഒരു സാധ്യത, വീണ്ടും സാങ്ഷൻ വരുമോ എന്നുള്ള പേടി, എല്ലാം കൊണ്ടും ഖത്തർ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ രണ്ടാമത്തെ സീസ് ഫയർ മുന്നോട്ട് പോകണം ഇല്ല എന്നുള്ളതെല്ലാം വേറെ വിഷയങ്ങളാണ്. പക്ഷെ അതിലുപരിയായിട്ട് ട്രംപിന് ഇറാനെ വരുതിക്ക് കൊണ്ടുവരണം എന്നുള്ളത് വളരെ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് പ്രത്യേകിച്ച് ഈ ഒരു സൗദി വിസിറ്റ് നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇറാന്റെ സൈഡിൽ നിന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് വരണം എന്നാണ് പുള്ളി വിചാരിക്കുന്നത്. ഈ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പറഞ്ഞാല് ഖത്തറിനെ ഇറാനിലേക്ക് വിട്ട് ഇറാനെ യുഎസിന്റെ വരുതിക്ക് കൊണ്ടുവരാൻ ചില നെഗോസിയേഷൻ പ്ലാനുകളുമായിട്ട് ഖത്തർ അമീർ ഇറാൻ വിസിറ്റ് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്.
അതുകൊണ്ട് തന്നെയാണ് എന്താണ് പ്ലാൻ, എന്താണ് അജണ്ട, എന്ത് കാരണത്തിലാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വെളിപ്പെടുത്താതെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് അണിയറയിൽ കാര്യങ്ങൾ നീക്കുന്നത്. അത് ഖത്തർ അമീറിന്റെ വിസിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാം ഇറാന്റെ നിലപാട് എന്താണെന്നുള്ളത്. സെൻകോം അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് യൂണിറ്റ് ആണിത്. അപ്പൊ അവര് പ്ലാൻ ചെയ്തിരിക്കുകയാണ് സിറിയയ്ക്കുള്ളിൽ നിർണായകമായിട്ടുള്ള ഒരു തലവനെ തട്ടാനുള്ള പ്ലാനാണ്. അതൊരു പ്രത്യേക സംഘടനയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്, തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആൾ തന്നെയാണ്. സിറിയയ്ക്കുള്ളിൽ മൊത്തത്തിൽ തീവ്രവാദികളാണ്. അതിൽ ഭരിക്കുന്ന തീവ്രവാദിയും പിന്നെ ഭരണം കിട്ടാത്ത തീവ്രവാദി, അങ്ങനെ കരുതിയാൽ മതി. അപ്പൊ ഇത് ഭരണം കിട്ടാത്ത തീവ്രവാദ കൂട്ടത്തിലുള്ള ഒരു ചെറിയ സംഘം, ഒരു 3000 മുതൽ 5000 ആൾക്കാർ, പല അറബ് രാഷ്ട്രങ്ങളിലും പെട്ട ആൾക്കാരാണ് ഇതിൽ മെമ്പറായിട്ടുള്ളത്. അൽഹുറാസ് അൽദിൻ എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പാണിത്. ആ ഒരു ഗ്രൂപ്പ് അവിടെ കുറച്ച് പിന്നെ ഈ ഇഡ്ലിബ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തിന്റെ ഭാഗത്ത് ഇവർ തമ്പടിച്ചിരിപ്പുണ്ട്. ഇവരുടെ ഒരു എഫക്റ്റീവ് മേഖലയാണ് ഇവർ ഇഡ്ലിബ് എന്ന് പറയുന്നത്. അവിടെ കുറച്ച് മൈനോറിറ്റീസ് കൂടുതലുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ മൈനോറിറ്റി ക്രൈസിസിന് എപ്പോഴും ഒരു സാധ്യത ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഒരു ഗ്രൂപ്പ്. മൈനോറിറ്റി കമ്മ്യൂണിറ്റികളെ നോക്കിക്കഴിഞ്ഞാൽ യുവമാർക്ക് വെറുതെ ഇരിപ്പില്ല. ആ രീതിയിലുള്ള തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയാണിത്. ആ സംഘടനയുള്ള തലവനെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. അവനെ അറ്റാക്ക് ചെയ്യുന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് സെൻകോം അമേരിക്കയുടെ. ഉക്രൈനിലെ സെലൻസ്കി എന്തെല്ലാം പല പല കാര്യങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിലും 50% ഈ ഒരു മിനറൽ ഡീലുമായിട്ട് അമേരിക്കയുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ അതിന് ഓക്കെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 50% മിനറൽ ഡീൽ, 50% മിനറൽ ഡീൽ, മിനറൽസ് അമേരിക്ക എടുത്തുകൊണ്ട് പോകാൻ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള എഗ്രിമെന്റ്, ഒരു കൺസെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മറ്റുള്ള പല കാര്യങ്ങളും വിയോജിപ്പും അമേരിക്കക്കെതിരെ യൂറോപ്പിനെയൊക്കെ കുത്തിച്ചിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ രാജ്യം വിറ്റുമുടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്നാണ് സെലൻസ്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും 10 പൈസ കിട്ടിയാൽ കൊള്ളാം, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 6 ഉക്രൈനിയൻ സോൾജേഴ്സ് റഷ്യ എടുത്ത് സറണ്ടർ ആയിട്ടുണ്ടെന്നുള്ളതാണ് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 20 ഉക്രൈനിയൻ ഡ്രോണ് റഷ്യ അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട് ഈ ലാസ്റ്റ് 1 or 2 ഡേയ്സിനകത്ത്. അങ്ങനെയാണ് വാർത്തകൾ വരുന്നത്. ഈ 20 ഡ്രോണും തന്നെ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞ ആ ഒരു നെറ്റ്വർക്കിന്റെ കീഴിൽ കണക്ട് ചെയ്യപ്പെട്ടിരുന്ന 20 ഡ്രോണുകളാണ് അടിച്ചു വീഴ്ത്തിയിരിക്കുന്നത്. ഇനി ഇതിനെന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ, ഈ എലോൺ മസ്ക് വല്ലതും രഹസ്യമായിട്ട് വല്ലതും മെസ്സേജുകളെല്ലാം റഷ്യക്ക് കൈമാറുന്നോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയ ഡൗട്ടും കൂടെ ഉണ്ട്. ആ ഒരു ഇൻഡയറക്റ്റ് മെസ്സേജും കൂടെ വെച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്ത പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. യൂറോപ്പിലെ നിലവിലുള്ള ഈ ഒരു മോഡറേറ്റ് ലെഫ്റ്റ് പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇപ്പൊ എലോൺ മസ്കിന് എതിരാണ്. കാരണം തൽക്കാലം അവരാണ് ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എലോൺ മസ്കിന് എതിരെ കിട്ടുന്ന എന്തൊക്കെ ആയുധങ്ങളുണ്ടോ അതൊക്കെ എടുത്ത് പ്രയോഗിക്കാം എന്നുള്ള നിലയിൽ പുറത്തു വരുന്നതായിട്ട് നമുക്ക് കരുതാം. മാധ്യമങ്ങളുടെ പ്രൊപ്പഗണ്ട അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്നാലും വാർത്ത ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെതന്യാഹു രണ്ടാമത്തെ ഡീലുമായിട്ട് മുന്നോട്ട് പോവുമോ സക്സസ്ഫുൾ ആയിട്ട് എന്നുള്ള ഒരു ഡൗട്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ നല്ല രീതിയിൽ രൂപപ്പെട്ട് വരുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഫാർ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, അവിടുത്തെ തീവ്ര വലതുപക്ഷ നിലപാടുള്ള പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത് സെക്കൻഡ് സീസ് ഫയറും കൂടെ നിങ്ങൾ എഗ്രി ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ IDF മാക്സിമം ട്രൂപ്സിനെ ഗാസയ്ക്കുള്ളിൽ നിന്ന് വിഡ്രോൾ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഹമാസ് പൂർണ്ണ ആധിപത്യം നേടുന്ന ഒരു സാഹചര്യം ഗാസയ്ക്കുള്ളിൽ ഉണ്ടാവാനുള്ള ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകുകയാണ്. അങ്ങനെ ഉണ്ടാകുന്നത് ഇസ്രായേലിന് ഒരു പരാജയമാണെന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലാണ് ഫാർ റൈറ്റ് ഗ്രൂപ്പുകൾ പറയുന്നത്. ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെയാണ് ഇസ്രായേൽ കടന്നു പോകുന്നത്. അതായത് അവർക്ക് ബന്ദികളെ വിട്ടുകിട്ടണം, അതായത് ഇസ്രായേൽ പൗരന്മാരെ എത്രയും വേഗം റിലീസ് ചെയ്ത് എടുക്കുകയും വേണം. പക്ഷെ അതേസമയം വളരെ സേഫ് ആയിട്ട് തന്നെ അവിടുന്ന് ട്രൂപ്പിനെ വിഡ്രോ ചെയ്തിട്ട് തിരിച്ച് അതേപോലെ തന്നെ ഗാസയ്ക്കുള്ളിൽ ഡിപ്ലോയ് ചെയ്യേണ്ട ഒരു സാഹചര്യവും ഒരു സമയവും നോക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. അതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. രണ്ടാം ഘട്ട സീസ് ഫയർ ഏതെങ്കിലും രീതിയിൽ ഓക്കെ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും IDF പറഞ്ഞതുപോലെ തന്നെ പിൻവലിയും എന്ന് പറഞ്ഞാൽ ഒരു നാടകം നടത്തും, പിൻവലിയുന്ന പോലെ പിൻവലിയും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡിപ്ലോയ് ചെയ്യും. ഇവരിനിപ്പോ ഈ ഒരു ഫസ്റ്റ് ഫേസ് ഡീലിൽ 6 പേരെ റിലീസ് ചെയ്യാനാണ് ഇപ്പൊ ബെഞ്ചമിൻ നെതന്യാഹു ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 6 പേരെ ഒറ്റ അടിക്ക് റിലീസ് ചെയ്യണം. ഈ ഫസ്റ്റ് ഫേസ് 33 പേരിലേക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിനകത്ത് ഇനി 6 പേരെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അതിനകത്ത് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ 6 പേരെയും ഒറ്റ ട്രിപ്പിൽ വിടാനാണ് നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സെക്കൻഡ് ഫേസ് ഡീൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ 6 പേരെ ഒറ്റ ട്രിപ്പിന് വിടാമെന്ന് ഹമാസ് സമ്മതിക്കണം. രണ്ടാം ഘട്ടത്തിലേക്കുള്ള ചർച്ച മുന്നോട്ട് നീങ്ങൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തായാലും ഇതിന്റെ ഡെവലപ്മെന്റ്സുകൾ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.